ബി.ജെ.പി. ഭരിക്കുന്ന ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കണ്ടുവരുന്ന ബുൾഡോസർ രാജ കോൺഗ്രസ് ഭരണത്തിന് കീഴിലും ആവർത്തിക്കുന്നുവെന്ന് ആരോപിച്ച് എ റഹീം എം പി രംഗത്ത്. തെലങ്കാനയിലെ വിനോബ നഗറിൽ പാവപ്പെട്ടവരുടെ വീടുകൾ തകർത്ത നടപടി ജനാധിപത്യ വിശ്വാസികളെ തെല്ലൊന്നുമല്ല ആശങ്കപ്പെടുത്തുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ഫേസ്ബുക്കിലൂടെയായിരുന്നു റഹീമിന്റെ രൂക്ഷമായ പ്രതികരണം. ബി.ജെ.പി. ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിയമത്തെ കാറ്റിൽ പറത്തി കെട്ടിടങ്ങൾ തകർക്കുന്ന അതേ കിരാതമായ ഭരണശൈലി ഇപ്പോൾ കോൺഗ്രസ് സർക്കാരുകളും ഏറ്റെടുത്തിരിക്കുകയാണെന്ന് റഹീം കുറ്റപ്പെടുത്തി. രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കായി ബുൾഡോസറുകൾ ഉപയോഗിക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. അരികുവൽക്കരിക്കപ്പെട്ട മനുഷ്യർക്ക് വിനോബ ഭാവെ വിഭാവനം ചെയ്ത ഭൂദാന പ്രസ്ഥാനത്തിലൂടെ ലഭിച്ച ഭൂമിയിലാണ് ഈ വീടുകൾ പണിയുതിർത്തത്. ദരിദ്രർക്ക് അവകാശപ്പെട്ട ഈ മണ്ണിൽ നിന്ന് അവരെ ദാക്ഷിണ്യമില്ലാതെ ഇറക്കി വിടുന്നത് വിപ്ലവകരമായ ഒരു പോരാട്ടത്തിന്റെ സ്മരണകളെ തകർക്കലാണെന്ന് റഹീം പറഞ്ഞു. ഫെബ്രുവരി 25 പുലർച്ചെ വൻ പോലീസ് സന്നാഹത്തോടെയാണ് അധികൃതർ വിനോബ നഗറിൽ ഇരച്ചു കയറിയത്. ഉറങ്ങിക്കിടന്ന ആയിരക്കണക്കിന് മനുഷ്യരെ തെരുവിലിറക്കി വിട്ടുകൊണ്ടാണ് ബുൾഡോസറുകൾ വീടുകൾക്ക് മേൽ കയറി ഇറക്കിയത്. അത് മനുഷ്യത്വരഹിതമായ നടപടിയാണെന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചു. കോടതികളും കൃത്യമായ നിയമവ്യവസ്ഥയും നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് നീതി നടപ്പാക്കേണ്ടത് യന്ത്രങ്ങളല്ലെന്ന് റഹീം ചൂണ്ടിക്കാട്ടി. ഒരു കെട്ടിടം നിയമവിരുദ്ധമാണോ എന്ന് തീരുമാനിക്കാൻ ജുഡീഷ്യറി ഉണ്ട്. എന്നാൽ ഇവിടെ അധികാരം ഉപയോഗിച്ച് ഏകപക്ഷീയമായ തീരുമാനമാണ് നടപ്പാക്കിയതെന്ന് അദ്ദേഹം പറഞ്ഞു. ഭൂപരിഷ്കരണം അട്ടിമറിക്കപ്പെട്ട കാലത്ത് അതിദരിദ്രരായ മനുഷ്യർക്ക് ലഭിച്ച തുണ്ട് ഭൂമിയിൽ നിന്നാണ് അവരെ ആട്ടി ഓടിക്കുന്നത്. പാർശ്വവൽക്കരിക്കപ്പെട്ടവരോടുള്ള ഭരണകൂടത്തിന്റെ ശത്രുതയാണ് ഇതിലൂടെ വെളിവാകുന്നത്. വമ്പൻ സ്രാവുകളെയും കോർപ്പറേറ്റുകളെയും സംരക്ഷിക്കുന്ന ഭരണകൂടം സാധാരണക്കാരന്റെ കൂരകൾക്ക് നേരെയാണ് കരുത്ത് കാട്ടുന്നത്. വൻകിട കയ്യേറ്റക്കാർക്ക് നേരെ തിരിയാത്ത ബുൾഡോസറുകൾ പാവപ്പെട്ടവന്റെ അടുത്തെത്തുമ്പോൾ മാത്രം ഇത്ര വേഗത്തിൽ ചലിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് റഹീം ചോദിച്ചു. ഇന്ത്യൻ ഭരണഘടന പൗരന്മാർക്ക് ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങളുടെയും പൗരാവകാശങ്ങളുടെയും നഗ്നമായ ലംഘനമാണ് തെലങ്കാനയിൽ നടക്കുന്നത്. പാർപ്പിടത്തിനുള്ള അവകാശം അന്തസ്സോടെ ജീവിക്കാനുള്ള അവകാശത്തിന്റെ ഭാഗമാണെന്ന് സുപ്രീം കോടതി പലതവണ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഭരണകൂടം തങ്ങളുടെ പരാജയങ്ങൾ മറച്ചുവെക്കാനും ജനശ്രദ്ധ തിരിക്കാനും ഇത്തരം നാടകങ്ങൾ ആസൂത്രണം ചെയ്യുകയാണെന്ന് റഹീം ആരോപിച്ചു. ഭരണപരാജയങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ പാവപ്പെട്ടവരെ ഇരയാക്കുന്നത് ജനാധിപത്യത്തിന് അപമാനമാണ്. ബുൾഡോസർ ഉപയോഗിച്ചുള്ള കുടിയൊഴിപ്പിക്കൽ ഒരു രാഷ്ട്രീയ സംസ്കാരമായി മാറുന്നത് അപകടകരമാണ്. ഇത് നിയമവാഴ്ചയെ തകർക്കുകയും രാജ്യത്തെ അരാജകത്വത്തിലേക്ക് നയിക്കുകയും ചെയ്യും. വീടുകൾ നഷ്ടപ്പെട്ട ആയിരക്കണക്കിന് മനുഷ്യർ ഇപ്പോൾ പെരുവഴിയിലാണ്. കുഞ്ഞുങ്ങളും വൃദ്ധരും അടങ്ങുന്ന കുടുംബങ്ങൾ കിടപ്പാടമില്ലാതെ അലയുന്നത് കണ്ടില്ലെന്ന് നടിക്കാൻ ഒരു സർക്കാരിനും കഴിയില്ല. ഭൂദാന പ്രസ്ഥാനം ഇന്ത്യയുടെ കാർഷിക സാമൂഹിക ചരിത്രത്തിലെ സുപ്രധാനമായ ഒന്നാണ്. വിനോബ ഭാവെയുടെ ആശയങ്ങളെ ബഹുമാനിക്കേണ്ടതിന് പകരം അവയെ തകർത്തെറിയുകയാണ് കോൺഗ്രസ് സർക്കാർ ചെയ്യുന്നതെന്ന് റഹീം കുറ്റപ്പെടുത്തി. അധികാരത്തിന്റെ ഹുങ്കിൽ പാവപ്പെട്ടവന്റെ വീടിന് മേൽ ബുൾഡോസർ ഓടിച്ചു കയറ്റുന്ന ഈ സംസ്കാരത്തിനെതിരെ ശക്തമായ ജനകീയ പ്രതിരോധം ഉയർന്നു വരേണ്ടതുണ്ടെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു. മനുഷ്യരുടെ പാർപ്പിടത്തിനുള്ള അവകാശത്തിനായി പോരാട്ടം തുടരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ബി.ജെ.പിയുടെ ബുൾഡോസർ രാഷ്ട്രീയത്തെ ദേശീയ തലത്തിൽ എതിർക്കുന്ന കോൺഗ്രസ് തങ്ങൾ ഭരിക്കുന്ന സംസ്ഥാനത്ത് അതേ മാർഗം സ്വീകരിക്കുന്നത് ഇരട്ടത്താപ്പാണെന്ന് സോഷ്യൽ മീഡിയയിലും വിമർശനം ഉയരുന്നുണ്ട്. അധികൃതരുടെ ഈ നടപടി ജനങ്ങൾക്കിടയിൽ വലിയ ഭയമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. എപ്പോൾ വേണമെങ്കിലും തങ്ങളുടെ വീടുകൾക്ക് നേരെയും അധികാരം പായുമെന്ന ഭീതിയിലാണ് സാധാരണക്കാർ. വർഷങ്ങളോളം അധ്വാനിച്ചുണ്ടാക്കിയ സമ്പാദ്യമാണ് നിമിഷങ്ങൾക്കുള്ളിൽ മണ്ണടിയുന്നത്. ഇതാ കുടുംബങ്ങളെ സാമ്പത്തികമായി വർഷങ്ങൾ പിന്നോട്ട് വലിക്കും. ഇന്ത്യയിലെ മനുഷ്യാവകാശ ലംഘനങ്ങളെ കുറിച്ച് അന്താരാഷ്ട്ര തലത്തിൽ ചർച്ചകൾ നടക്കുമ്പോൾ ഇത്തരം വാർത്തകൾ രാജ്യത്തിന് വീണ്ടും തിരിച്ചടിയാകുന്നു. ഭരണഘടനയെ മാനിക്കാത്ത ഭരണകൂടങ്ങൾ രാജ്യത്തിന്റെ പ്രതിച്ഛായ തകർക്കുന്നു. ജനപക്ഷത്തു നിന്ന് ഇത്തരം കിരാത നടപടികളെ ചോദ്യം ചെയ്യുക എന്നത് ഓരോ ജനാധിപത്യ വിശ്വാസികളുടെയും കടമയാണെന്ന് റഹീം ഓർമ്മിപ്പിച്ചു. നിശബ്ദത പാലിക്കുന്നത് കുറ്റകൃത്യത്തിന് കൂട്ടുനിൽക്കുന്നതിന് തുല്യമാണ്. ഭരണഘടനയെ സംരക്ഷിക്കുമെന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്നവർ തന്നെ അത് ലംഘിക്കുന്നത് ജനങ്ങളോടുള്ള വഞ്ചനയാണ്. തെലങ്കാനയിലെ നടപടി ഇതിന് ഉദാഹരണമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഈ വിഷയത്തിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രതിഷേധങ്ങൾ തെലങ്കാനയിലെയും പുറത്തും ഉണ്ടാകുമെന്ന സൂചനയാണ് റഹീം നൽകുന്നത്. പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കൊപ്പം എന്നും നിലകൊള്ളുമെന്ന് അദ്ദേഹം ആവർത്തിച്ചു. ബുൾഡോസർ രാജ ഏത് നിറത്തിലുള്ള കൊടി പിടിക്കുന്ന സർക്കാരുകൾ ചെയ്താലും അത് തെറ്റാണെന്ന നിലപാടാണ് എ റഹീം ഉയർത്തുന്നത്. അധികാരത്തിന്റെ തണലിൽ പാവപ്പെട്ടവന്റെ അവകാശങ്ങൾ കവർന്നെടുക്കാൻ അനുവദിക്കില്ലെന്ന ദൃഢനിശ്ചയത്തോടെയാണ് അദ്ദേഹത്തിന്റെ പോരാട്ടം.